Hi dears, welcome back to our family. Birthday boy. അപ്പം ഇന്നത്തെ വ്ലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞാവിൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. 1 year ആയി, 1 വയസ്സായി കാശി ബേബിക്ക്. അപ്പം ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒരു ഉച്ചവരുള്ളത് അല്ലേ നോക്കും, എന്നാലേ ഇന്ന് പോസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഞങ്ങൾ രാവിലെ കൊട്ടാരക്കുളങ്ങര അമ്പലത്തിൽ പോവുകയാണ്. മഴയില്ലാതിരിക്കാൻ ഭഗവാനോട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രാർത്ഥിച്ചിട്ട് വരാം. ഇന്നലെയൊക്കെ ഇവിടെ ചെറിയ ചെറിയ രീതിയിൽ മഴ ഉണ്ടായിരുന്നു. അതാ ഇന്നാണ് യെല്ലോ അലേർട്ട്. ദൈവം മഴ തരത്തില്ല എന്നല്ല വിശ്വാസം. 13, 14, 18 തീയതികൾ കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ ദിവസം തന്നെ മഴ, അയ്യോ ഒന്നും പറയണ്ട. രാവിലെയൊക്കെ ഓക്കെ, അതാ അവര് പറയുന്നത്. രാവിലെയൊക്കെ ഈ വെയിലൊക്കെ ആണെങ്കിൽ വൈകിട്ട് അതേപോലെ ടാലി നിൽക്കേണ്ട ഓക്കെ. രാവിലെ നല്ല വെയിലും വൈകിട്ട് 4, 4:30 ആകുമ്പോഴത്തേക്ക് ഇരുണ്ടാൻ കൊണ്ട് തുടങ്ങും. പിന്നെ അപ്പം ഞങ്ങൾ അമ്പലത്തിൽ പോവുകയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ അടിച്ചിട്ടാണ് അമ്മ കണ്ടേ. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, രാവിലെ ഞങ്ങൾ കൊട്ടാരക്കുളം ഗണപതി ക്ഷേത്രമുണ്ട്, കൊട്ടാരക്കര പോകുന്നതാണ് വിചാരിച്ചത്. പക്ഷേ ഞങ്ങൾ കഴിഞ്ഞ ദിവസം വന്ന് കിടന്ന് ഉറങ്ങിയപ്പോഴത്തേന് ഏതാണ്ട് 3 മണി 4 മണി അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. ബിക്കോസ് എൻ്റെ ഡ്രസ്സ് എടുക്കാൻ ട്രിവാൻഡ്രം പോയി, ഇവിടെ ബാക്കിയുള്ള ചേച്ചിമാരുടെ അനിയത്തിൻ്റെയൊക്കെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ആലപ്പുഴ പോയി. രാത്രിയാണ് പോയത്. ഇവിടെ നിന്ന് ആലപ്പുഴയ്ക്ക് ഞങ്ങൾ പോകുന്നത് രാത്രി 8 മണിക്കാണ്, തിരികെ വരുന്നത് 4 മണിക്ക്. സോ അത്യാവശ്യം നല്ല ടയർഡായിരുന്നു. പിന്നെ കൊട്ടാരക്കരയിൽ പോകാനുള്ള ടൈമും ഇല്ലായിരുന്നു. അതുകൊണ്ടിട്ട് ഞങ്ങൾ രാവിലെ ഉറക്കണിച്ചപ്പോൾ തന്നെ 7 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടിട്ട് കൊട്ടാരക്കുളത്തിൽ പോയിട്ടുണ്ട്. ഗണപതി ക്ഷേത്രമാണ്, അവിടെ പോയി തേങ്ങയൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പം 2 ദിവസത്തിനുള്ളിൽ തന്നെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലൂടെ പോകണം. നേർച്ച നടത്താൻ വേണ്ടിയിട്ട് അവിടെയും കൂടിയിട്ട് പോകാനുണ്ട്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറിയിട്ട് ദൈവ പനയത്ത് അമ്പലത്തിൽ വന്നിട്ടുണ്ട്. ഇവിടെ കുഞ്ഞിനെ തുലാഭാരം തൂക്കാനുണ്ട് കേട്ടോ. ഇതാണ് കുഞ്ഞിന് ഞങ്ങൾ മേടിച്ചിട്ടുള്ള ഗിഫ്റ്റ്. കണ്ടോ, ഇങ്ങനെയല്ല ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ പണിയിപ്പിച്ചെടുത്താണ് കേട്ടോ. കുഞ്ഞിൻ്റെ പേര് കണക്ക് മലയാളത്തിൽ തന്നെ ചെയ്തിട്ട് അതിൻ്റെ താഴത്ത് എനിക്കൊരു കണ്ണ് വേണം. ബിക്കോസ് ഏകാക്ഷിൻ്റെ മീനിങ് പറയുമ്പോൾ നമ്മുടെ മഹാദേവൻ്റെ തൃക്കണ്ണ് എന്നാണ് ആ ഒരു മീനിങ് വരുന്നത്. കണ്ട, സോ ആ ഒരു ഒറ്റ കണ്ണൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ, എനിക്കൊത്തിരി ഇഷ്ടമായി. വേണ്ട, കുഞ്ഞിന് പഴത്തിലാണ് കേട്ടോ തുലാഭാരം. അമ്മയുടെ മടിയിൽ കുഞ്ഞിനെ വെച്ചിട്ട് കുഞ്ഞിൻ്റെ തുലാഭാരം, അങ്ങനെയാണ് എൻ്റെ അമ്മയുടെ നേർച്ചയാണ്. അപ്പം ഇതാണ് വാവയ്ക്ക് ഞങ്ങളുടെ ഗിഫ്റ്റ്. അല്ലേ ഗോഗു? ഈ സാധനത്തിന് പുറകെ എത്ര നാളും നടക്കാണെന്ന് അറിയോ? എനിക്ക് തോന്നുന്നു 2 മാസത്തിൽ കൂടുതലായി ഞാൻ ഈ സാധനം ചെയ്യാനായിട്ട് കൊടുത്തിട്ട്. ഇന്ന് രാവിലെയാണ് പോയി മേടിച്ചിട്ട് വന്നതാണ്. പിന്നെ കുറച്ച് ഐറ്റംസ് കൂടെ മേടിക്കാനുണ്ടായിരുന്നു. ഞങ്ങളുടെ അമ്മയ്ക്ക് കുഞ്ഞിന് കൊടുക്കാനുള്ള ഗിഫ്റ്റ് എടുക്കണമായിരുന്നു. ഗോകുവിൻ്റെ അമ്മ നേരത്തെ ക്യാഷ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. മോളെ അമ്മ എന്തെങ്കിലും എടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടത്തില്ല എന്ന് അമ്മയ്ക്കൊരു എന്താ എനിക്കറിയത്തില്ല, അമ്മയ്ക്കൊരു പേടി. അതുകൊണ്ടിട്ട് അമ്മ എനിക്ക് പൈസ ഇവരയച്ചു കൊടുക്കില്ല കേട്ടോ, എനിക്ക് അയച്ചു തന്നിട്ട് അമ്മ എൻ്റെ അടുത്ത് വന്ന് മോളെ നീ പോയി നിനക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അത് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അമ്മയ്ക്ക് ഇടാൻ വേണ്ടിയിട്ട് കഴിച്ചതിനെടുത്ത്. പിന്നെ ദേവി അത് കണക്ക് നേരത്തെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, ക്യാഷ് അയച്ചു തന്നിട്ട് എൻ്റെ അക്കൗണ്ടിൽ ഇട്ട് തന്നു. അവളുടെ കയ്യിലാണ് ചിലവാകുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൾക്കൊരു വള മേടിച്ച്, അപ്പോൾ അമ്മയും ഒരു വള മേടിച്ച്, കുഞ്ഞിനങ്ങനെ 2 വളയും 1 കൈച്ചേനും. അത് അവരുടെ ഗിഫ്റ്റാണ് കേട്ടോ. ഞങ്ങളുടെ ഗിഫ്റ്റ് ഈ സാധനമാണ്. ഇത് മാത്രമല്ല, ഇന്ന് ബർത്ത്ഡേ ആണെങ്കിൽ കൂടിയിട്ട് കുഞ്ഞിന് ഞങ്ങളുടെ മെയിൻ ഗിഫ്റ്റ് വരാൻ പോണതേ ഉള്ളൂ. 2 ദിവസം കൂടെ വെയിറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. അതിപ്പോൾ പറയില്ല അതെന്താണ് ഏതാണെന്നൊക്കെ നമുക്ക് വരുന്ന വീഡിയോയിൽ കാണാം കേട്ടോ. മേ ബി നമ്മൾ ബർത്ത്ഡേൻ്റെ വ്ളോഗ് ഞാൻ പോസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. ചെയ്യാൻ പറ്റുമെങ്കിൽ ഇടാം. ബിക്കോസ് ഞാൻ എടുത്തു വെക്കാം കേട്ടോ, ഞാൻ പിന്നെ പോസ്റ്റ് ചെയ്യത്തുള്ളായിരിക്കും. കാര്യം ഇപ്പോഴത്തെ ഓരോ സിറ്റുവേഷൻസൊക്കെ നടക്കുകയാണ്. എത്ര നമ്മൾ പോസിറ്റീവായിട്ട് ചെയ്താലും എന്തെങ്കിലും കാര്യമൊക്കെ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ കാര്യമാണ്. അതുകൊണ്ടിട്ടാണ് ഞാൻ അത് ചെയ്യാത്തത്. നമ്മൾ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റാവുന്നതിൻ്റെ മാക്സിമം ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ കുഞ്ഞിൻ്റെ കാര്യത്തിന് നല്ല രീതിയിൽ ആഘോഷിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്നാൽ കൂടിയിട്ട് എനിക്കറിയാം, ആരെങ്കിലും ഒരാളൊരു ചെറുതായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ പോലും കുഞ്ഞിൻ്റെ കാര്യമായതുകൊണ്ട് റിസ്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ പോസ്റ്റ് ചെയ്യൂല. ബാക്കി കാര്യങ്ങളും വ്ളോഗും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അത് ഇനി എന്ന് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് അറിയത്തില്ല. ഞാൻ മറ്റന്നാൾ വേറൊരു പ്രോഗ്രാമോട് ഉണ്ട്. അതുകൂടെ കഴിഞ്ഞിട്ട് അതൊക്കെ കാണിച്ചു തരാം. അയ്യോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, അല്ലേ ബേബി? അവൻ എന്തറിയാൻ. അപ്പോൾ നമുക്ക് കാണാം. ഞങ്ങൾ അമ്പലത്തിലെത്തിയിട്ടോ, അതാണ്ട് തൃപ്പനയത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ അമ്മ റെസിപ്റ്റൊക്കെ എഴുതാൻ പോയി. കുഞ്ഞിൻ്റെ മാല ഒന്ന് പൂജിക്കണം.
പിന്നെ തുലാഭാരത്തിന് എഴുതാനും പോയി. ഞങ്ങൾ അകത്തോട്ട് ചെല്ലട്ടെ, സമയം കൂടുതൽ. ഞങ്ങൾ പിന്നെ പനയത്തമ്പലത്തിൽ വന്നപ്പോൾ തന്നെ ഇത് എൻ്റെ ബ്രദറാണ് കേട്ടോ, എൻ്റെ ബ്രദറാണ്. അപ്പോൾ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു, പഴവും കാര്യങ്ങളൊക്കെ ആയിട്ട് തുലാഭാരം തൂക്കണമല്ലോ, അപ്പോൾ അതൊക്കെ എടുക്കാനായിട്ട് ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. വേണ്ടേ കാശി ഭയങ്കര കമ്പനിയാണ് മാമനുമായിട്ട്, മാമനും മോനും ഭയങ്കര കമ്പനിയാണ് കേട്ടോ. അതേണ്ടേ ഗോപു ഇരുന്ന് കളിപ്പിക്കുന്നുണ്ട്. പിന്നെ കുറേ അമ്മമാരൊക്കെ കാശിയോട് വർത്താനം പറയണം, അതാണ് അവൻ ഇങ്ങനെ കിടക്കുന്നത്. പൂജ സമയമാണ്, ഞങ്ങൾ ചെല്ലുന്നത് ഏതാണ്ട് 11:30 കഴിഞ്ഞപ്പോഴായിരുന്നു. അപ്പം ഇന്ന് ചൊവ്വാഴ്ച ആയതുകൊണ്ടിട്ട് തന്നെ എന്തോ പൂജയോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് ഒത്തിരി അമ്മമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ നിന്ന് കാര്യം പറയുന്നുണ്ട്, കാശിക്ക് എത്ര മാസമായി എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. തുലാഭാരം തൂക്കാനായിട്ട് തിരുമേനി എടുത്ത് റെസിപ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. റെസിപ്റ്റൊക്കെ എഴുതിയതിന് ശേഷം തിരുമേനി വന്നിട്ട് ആദ്യമേ അമ്മേനോട് കയറിയിരുന്നോളാൻ പറഞ്ഞു. ബിക്കോസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അമ്മയുടെ മടിയിൽ കുഞ്ഞിനെ വെച്ചിട്ട് തുലാഭാരം തൂക്കാനായിരുന്നു നേർച്ച ഇട്ടിട്ടുണ്ടായിരുന്നത്. അമ്മ ആദ്യമായിട്ടാണോ അമ്മ തുലാഭാരം തൂക്കുന്നത്? ലൈഫിൽ ആദ്യമായിട്ട്. എന്നെ തുലാഭാരം തൂക്കിയിട്ടുണ്ടോ? എന്നെ എന്തിലായിരുന്നു? എനിക്ക് ശർക്കരയിലായിരുന്നു, എൻ്റെ ചെറുതിൽ. എനിക്ക് ഓർമ്മയൊന്നുമില്ല കേട്ടോ. എത്ര വയസ്സുള്ളപ്പോൾ? കുഞ്ഞിലെ ചോറൂണിപ്പോൾ കഴിഞ്ഞപ്പോൾ. കാശിക്കും ശർക്കരയിലായിരുന്നു. എൻ്റെ പനയത്ത് വെച്ചിട്ട് തന്നെയായിരുന്നോ? എൻ്റെയും ഈ അമ്പലത്തിൽ വെച്ചിട്ട് തന്നെയായിരുന്നു എൻ്റെയും തുലാഭാരം തൂക്ക്. മോൻ്റെതും ഫസ്റ്റ് ചോറൂണ് ഇവിടെ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഇവിടെ വെച്ചിട്ട് തന്നെയായിരുന്നു. മോൻ്റെ ശർക്കരയിലായിരുന്നു തുലാഭാരം അന്ന് തൂക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 2 കൊല വെച്ചിട്ട് ഇവർ പൊങ്ങുന്നില്ല, ഇപ്പോഴത്തെ ത്രാസ് അനങ്ങുന്നില്ല. അപ്പം ഞാൻ ആലോചിക്കേ, ഇത്രയും പോരേ, ഇനി പൊങ്ങൂലേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് 3ാമത്തെ വെച്ചപ്പോഴത്തേന് ചെറിയൊരു അനക്കമൊക്കെ വന്ന്. പിന്നെ 4ാമത്തെ വെച്ചപ്പോഴത്തേന് അത്യാവശ്യം നല്ല രീതിയിൽ 2ാമത്തെ ത്രാസ് ഉയർന്നിട്ടുണ്ടായിരുന്നു. ഇവരുടെ 2പേരുടെയും കൂടെ വെയിറ്റ് കണക്കാക്കിയിട്ട് 75 കിലോ ആയിരുന്നു പഴത്തിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 75 കിലോ കണക്കാക്കിയിട്ടുള്ള കൊലകളായിരുന്നു. 5 കൊല എന്തോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ആ കൊലകളെല്ലാം വെച്ചപ്പോൾ തന്നെ ത്രാസ് പൊങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർ അനക്കി കൊടുക്കും, അങ്ങനെ എന്തോ ആണ് ചടങ്ങ്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കാശിനെ ഗോപു തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനകത്ത് നിന്ന് ഇറങ്ങാൻ കുറച്ച് മെനക്കേടാണ് കേട്ടോ. പിന്നെ ഞാൻ പോയി അമ്മേനെ പിടിച്ചിറക്കി, അതാണ് വീഡിയോ കട്ടാക്കിയിട്ടാണ്. പിന്നെ ദക്ഷിണ തിരുമേനിക്കും കൊടുക്കും, പിന്നെ അവിടെ നിൽക്കുന്ന കുറച്ച് പേർക്കും ദക്ഷിണ കൊടുക്കും. അങ്ങനെ ചെറിയ ചടങ്ങുകളൊക്കെ. ഇതിൻ്റെ ഐതിഹ്യം എന്താണ്, വിശ്വാസം എന്താണെന്ന് എന്നോട് ചോദിക്കില്ല. മിക്ക അമ്പലങ്ങളിലും തുലാഭാരം തൂക്കുന്ന ഒരു ചടങ്ങാണല്ലോ. ഇന്ന് ഞാൻ എൻ്റെ അനിയത്തി മീൻസ് എൻ്റെ കുഞ്ഞമ്മയുടെ മോളുണ്ട്, അവളോട് ഞാൻ പറഞ്ഞത് എനിക്ക് തുലാഭാരം തൂക്കാൻ വന്നേടി. അന്നേരം അവൾ എന്നോട് ചോദിച്ചു, അതെന്തോ ചേച്ചി തുലാഭാരം തൂക്കുന്നത്? അപ്പം ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിട്ട് അയച്ചു കൊടുത്തു. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഞാൻ കാണിച്ചു തരുവാണ്. അങ്ങനെ നമ്മുടെ കാശി ബേബീൻ്റെ തുലാഭാരം അപ്പോൾ കഴിഞ്ഞു. ഇപ്പോൾ 2 മണിയായിട്ടുണ്ട്. എനിക്ക് കുഞ്ഞിനെ ഒന്ന് കിടത്തി വളർത്തണം. ആൾ ഭയങ്കര വാശി. രാവിലെ ഉറക്കൊഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ റൂമെല്ലാം ഞാൻ ഒരു ദിവസം ഒതുക്കും. ഒരാളോട് ഡ്രസ്സൊക്കെ പിന്നെയും വാരിയിടും. അങ്ങനെ കുറച്ച് മെനക്കെയാണ്. ഈ മാല ഞാൻ ഇന്ന് എടുത്താണ് കേട്ടോ. എൻ്റെ കൂടെ ആരോഗ്യം ചോദിച്ചു, ചേച്ചി ചേട്ടൻ വരുമ്പോൾ മാത്രമേ വലിയ മാല ഇടാറുള്ളൂ. സത്യത്തിൽ ഞാൻ ഇപ്പോൾ ആ മാല ഇടാറില്ല. എനിക്ക് ഒരുപാട് ട്രോളൊക്കെ കിട്ടി, അതുകൊണ്ട് ഇടുമ്പോൾ എനിക്ക് എന്തോ ഒരു വല്ലാത്ത ഫീലാണ്. സോ ഞാൻ ഇടാറില്ല. എൻ്റെ ചെറിയ മാല എൻ്റെ മോൻ വലിച്ച് പൊട്ടിച്ചപ്പം താലി പൂജിച്ചിട്ടില്ലല്ലോ, പൂജിക്കാതെ പിന്നെ ഇടണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇട്ടില്ല. അപ്പോൾ ഇന്ന് പോയിട്ട് ഞാൻ പണിയാൻ കൊടുത്തിട്ടുണ്ട്. മോൻ്റെ മാല പണിയാൻ കൊടുത്തപ്പോൾ തന്നെ എനിക്കിത് ഈ ഒരു മാല പണിയാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഞാൻ ഈ സംഭവം ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചാണ്. എനിക്ക് 2 കരിമണി അപ്പുറം ഇപ്പുറമായിട്ട് വരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ മോഡൽ കൊണ്ട് വരച്ച് കൊടുത്ത് ചെയ്യിപ്പിച്ചെടുത്താണ്. അപ്പോൾ ആ മാല എടുത്തിട്ടത്. ഇനിയിപ്പം താലി പൂജിച്ചിട്ട് വേണം ഇനി താലി കെട്ടാൻ. ഇതിൻ്റെ കാര്യം ഞാൻ പറയാൻ വിട്ടുമായിരുന്നു. ഇനി ഗോൾഡെല്ലാം വണ്ടിക്കത്തേക്ക് എടുത്തില്ല ഇങ്ങോട്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ബർത്ത്ഡേയുടെ അങ്ങനെ വ്ളോഗായിട്ട് ഞാൻ ചിലപ്പോൾ ഈ ഡ്രസ്സ് കൊള്ളാവോ, ഞാൻ മീഷോ ഒന്ന് മേടിച്ചാണ് കേട്ടോ. കാണാൻ പറ്റത്തില്ല, കണ്ണടി കണ്ട. പിന്നെ ആവട്ടെ കാണിച്ചുതരാം. ഇപ്പോൾ ഇച്ചിരി സമയം കുറവാണ്, ഇച്ചിരി തിരക്കിലാണ്. ഇച്ചിരി വലിയ തിരക്കിലാണ് ഞാൻ. കുഞ്ഞിനെ ഒന്ന് ഉറക്കണം, പിന്നെ എനിക്കൊന്ന് സെറ്റ് ആവണം, ഹെയർ ഒന്ന് വാഷ് ചെയ്തിട്ട് നിൽക്കാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. സോ അതൊന്ന് വാഷ് ചെയ്യണം. പിന്നെ എന്തൊട്ട് ഇപ്പോൾ പറയാം, ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഞാൻ വഴിയേ ഇടാം. ഞാനിപ്പോൾ ഒന്നും പോസ്റ്റ് ചെയ്യില്ല, കാര്യം എല്ലാം ഒന്ന് ശാന്തമായി സമാധാനമായതിന് ശേഷം ഞാൻ പോസ്റ്റ് ചെയ്യുള്ളൂ. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് കഴിയുന്നു. വരാൻ പറ്റുന്നവരൊക്കെ വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പം ഒരുപാട് വിശ്വസും ഒരുപാട് പ്രേയേഴ്സും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ബേബിക്ക് വേണ്ടിയിട്ട്. അതിനൊക്കെ ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ അപ്പം ഇത്രയേ ഉള്ളൂ ഇപ്പോഴത്തെ ഒരു വ്ളോഗ് ഞാൻ കട്ട് ചെയ്യാണ്. ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളുമായിട്ട് ഇനി ഒരു വ്ളോഗിൽ കാണുന്നതായിരിക്കും. ഇതോടുകൂടിയിട്ട് നമ്മുടെ വിശേഷങ്ങളൊന്നും തീർന്നില്ല, ഇനി ഉണ്ടാവും. അത് എന്ന് എപ്പോൾ എങ്ങനെയെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പുറത്തതേ നമ്മുടെ വീടിൻ്റെ മുറ്റമാണ് കേട്ടോ. ഇവിടെയല്ല, അങ്ങാണ് സ്റ്റേജ് ഇട്ടിട്ടുള്ളത്. അങ്ങ് ഇങ്ങ് വരെ ഉണ്ട്.
എല്ലാം ഞാൻ വഴിയെ കാണിച്ചു തരാം, ഇപ്പൊ കാണിക്കുന്നില്ല, എല്ലാം പിന്നീട് ആവട്ടെ. എല്ലാം അപ്പോൾ പിന്നീട് ആവട്ടെ. ചേട്ടന്മാരൊക്കെ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്, ലവ് യു ഓൾ, ബൈ, ടേക്ക് കെയർ.